മലപ്പുറം അരീക്കോട് മാലിന്യ സംസ്കരണ യൂണിറ്റിൽ അപകടം 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന്. സമീർ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ സമീർ? ഉന്മേഷ്, ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. മലപ്പുറം ജില്ലയിലെ അരീക്കോട് വടക്കുമുറിയിലാണ് അപകടം സംഭവിച്ചത്. കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ അപകടം സംഭവിക്കുകയായിരുന്നു. ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട സംസ്കരണ കേന്ദ്രത്തിലെ ഒരു കുഴിയിൽ തൊഴിലാളികൾ അകപ്പെട്ട് മരണം സംഭവിച്ചു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഇവിടെയാണ് അവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. വികാസ് കുമാർ, ഹിതേഷ് ശരണ്യ, സമദ് അലി, ഇങ്ങനെ 3 പേരാണ് മരിച്ചിരിക്കുന്നത്. 3 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇതിൽ ആദ്യം ഒരു തൊഴിലാളി അകപ്പെടുകയും പിന്നീട് അവരെ രക്ഷിക്കാനായി മറ്റു 2 പേർ എത്തുകയും ചെയ്ത സമയത്ത് 3 പേരും അകപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആദ്യം അരീക്കോട്ട് ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ഇവരെ എത്തിക്കുകയായിരുന്നു. എന്നാൽ അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. എന്നാൽ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. മരണം സംഭവിച്ച 3 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രമാണ്. കോഴി മാലിന്യങ്ങൾ ഇവിടെ സംസ്കരിച്ച് ഇവ പിന്നീട് ഈ മറ്റു മൃഗങ്ങളുടെ ഒക്കെ തന്നെ തീറ്റ ഒക്കെ ആക്കി മാറ്റുന്ന ഒരു കേന്ദ്രമാണ് ഇത്. ഇവിടെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇവിടുത്തെ ഒരു കുഴിയിൽ ഒരു തൊഴിലാളി അകപ്പെടുകയും പിന്നീട് മറ്റുള്ളവർ ഇതുവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി എത്തുന്ന സമയത്താണ് ഈ അപകടം പൂർണ്ണമായി നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. ഇവിടെ ഈ മാലിന്യ സംസ്കരണ കേന്ദ്രമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവിടെ കുറേ കെമിക്കലൊക്കെ തന്നെ ഉണ്ടാകും. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്, എന്താ മനസ്സിലാക്കുന്നത്? അത് നമ്മൾ കാണുമ്പോൾ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. ഏകദേശം ഒരു 10:30 മണിക്കാണ് സംഭവം. അവരുടെ ഡ്യൂട്ടി ടൈം എല്ലാം കഴിഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ എന്തിനാ അവർ അങ്ങോട്ട് പോയതെന്ന് ഒരു ഐഡിയ ഇല്ല. അത് കൂടുതൽ അറിയണമെങ്കിൽ CCTV ക്യാമറ നോക്കിയാലേ അറിയാൻ കഴിയുള്ളൂ. എന്തിലാണ് അകപ്പെട്ടത്? എന്ത് സാധനത്തിലാണ്? മറ്റേ ക്ലീനിങ് വാട്ടർ ടാങ്കാണ്. അത് 2, 3, 4 ടാങ്കുകളുണ്ട്. അതിൽ ഒരു ടാങ്കിൽ ഒരു മെക്കാനിക് ഉണ്ട് അവിടെ. അവൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവന് സഹായിക്കാൻ വേണ്ടി ആയിരിക്കും മറ്റ് 2 ലേബർമാർ പോയത്. ഒരു ഐഡിയ ഇല്ല. അപ്പോൾ മാനേജർ ഇവരെ കാണാഞ്ഞിട്ട് വിളിച്ച് നോക്കിയാൽ മൊബൈൽ. അപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ്. കാരണം മൊബൈൽ അവരെ പാൻറ്റിൻ്റെ പോക്കറ്റിലാണ്. അത് പിന്നെ പ്ലാന്റിൻ്റെ ഉള്ളിൽ ഓപ്പണാക്കി തുറന്ന് നോക്കുമ്പോഴാണ് വീണെടുക്കുന്നത് കാണുന്നത്. ഈ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഉയരത്തിലാണ്, 2 3 പൊക്കത്തിലാണ്. എന്താണ് സംഭവം എന്നുള്ളൊരു പിടുത്തല്ല. CCTV നോക്കിയാൽ മാത്രമേ എന്തിനാ അവരവിടെ പോയി എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ടാങ്ക്? ഇരുമ്പാണ്? എന്താണ്? അല്ല, ഞാൻ സാധാ ഈ വാട്ടർ ടാങ്കില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ ആ ടാങ്കാണ്. ശരി സമീർ, മലപ്പുറം അരീക്കോടാണ് മാലിന്യ സംസ്കരണ യൂണിറ്റിൽ അപകടമുണ്ടായത്. 3 അതിഥി തൊഴിലാളികളാണ് ഈ സംഭവത്തിൽ മരിച്ചത്. എങ്ങനെ ഈ അപകടമുണ്ടായി എന്നതിൽ ഇനി കൂടുതൽ വ്യക്തത വരാനുണ്ട്.